എത്ര മനോഹരമായിട്ടാ നീ സൈക്കിൾ ചവിട്ടുന്നേ. മോട്ടോ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ആർക്കും ഇതുപോലെ ചവിട്ടാൻ പറ്റും. എന്റെ ഗംഭീരേ, 365 ദിവസം മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്താലും നീ ചവിട്ടുന്നത് പോലെ ആർക്കും ചെയ്യാൻ പറ്റില്ല. മോട്ടോ വെറുതെ സുഖിപ്പിക്കല്ലേ. അയ്യോ ഗംഭീരേ, ഞാൻ സുഖിപ്പിച്ചതല്ല. ദേ, ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ. നീ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടാ നിനക്ക് നല്ലതുപോലെ സൈക്കിൾ ചവിട്ടാൻ പറ്റുന്നെ. അതെ മോട്ടോ, നമ്മൾ കുട്ടികളായിരുന്നപ്പോ ആശാൻ നമ്മളെ സൈക്കിൾ ഓട്ടാൻ പഠിപ്പിച്ചത് നീ ഓർക്കുന്നുണ്ടോ? പിന്നില്ലാതെ. അടിപൊളി. അതൊക്കെ മറക്കാൻ പറ്റുമോ നമുക്ക്? എന്ത് രസമുള്ള കാലായിരുന്നു അത്. അന്ന് ആദ്യം സൈക്കിൾ ഓട്ടാൻ പഠിച്ചത് ഞാനായിരുന്നു. ആദ്യം സൈക്കിളിൽ നിന്ന് വീണതും നീ തന്നെ ആയിരുന്നു. ഓട്ടോ എന്നാ പോവാ, നിർത്തി. പപ്പീസേ, സ്കൂൾ അടച്ചു. ഇനി 2 മാസം എന്താ നിന്റെ പരിപാടി? ഓ, എന്തോന്ന് പരിപാടി? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. 2 മാസമല്ലേ. പപ്പീസേ, ഇങ്ങനെ പോരാ. ഈ 2 മാസം നല്ലതുപോലെ ഉപയോഗിക്കണം. കപിലേ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഓ, അങ്ങനെ പ്ലാനൊന്നുമില്ല. പക്ഷേ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. റോഡിലെ പുല്ല് വെട്ടാനും മാന്താനൊക്കെ അല്ലേ, അതിനൊന്നും ഞാനില്ല. അതിനെ ഞാൻ എന്റെ ഐഡിയ പറഞ്ഞില്ലല്ലോ. അല്ല, ഇതുപോലത്തെ എന്തെങ്കിലും ചവർ ഐഡിയ ആയിരിക്കും നിന്റേത്. ഞാൻ അതുകൊണ്ട് മുൻകൂട്ടി ഒന്ന് പറഞ്ഞതാ. ഓ, പപ്പീസേ, അങ്ങോട്ട് നോക്കിയേ. ഗംഭീർ മോട്ടും വരുന്നുണ്ട്. അവരോട് ചോദിച്ചാ നമുക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടും. വാ, നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. അല്ലേ ഗംഭീരേ, സൈക്കിളിനോടുള്ള നിന്റെ ക്രഷ് ഒന്നും ഇതുവരെ മാറിയില്ലേ? അതിന് ഈ ഗംഭീർ മരിക്കണം അല്ലേ മോട്ടോ? അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ ഗംഭീരേ. ദേ, നമ്മുടെ ആശാൻ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ച അന്ന് തുടങ്ങിയതാ ഇവന് സൈക്കിളിനോടുള്ള ഇഷ്ടം. അതെ അതെ. അല്ല മോട്ടു, ഈ സ്കൂൾ അടച്ച സമയത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാന്നുണ്ട്. മോട്ടുവിന്റെ അടുത്ത് പുതിയ വല്ല ഐഡിയ ഉണ്ടോ? അതിപ്പോ ഇത്ര പെട്ടെന്ന് ചോദിച്ചാ ഞാൻ എങ്ങനെയാ മറുപടി പറയാ? എനിക്ക് ആലോചിക്കാനേ കുറച്ച് സമയം തരണം. ഓക്കെ? ഓ, അങ്ങനെ ആയിക്കോട്ടെ, അത് മതി. ഗംഭീരേ, എന്നാ നമുക്ക് പോയാലോ? ഓ ശരി, എന്നാ ഞാൻ പോട്ടെ. പപ്പീസ്, മോട്ടുവിന്റെ ഐഡിയ ഉണ്ടാവും. നീ നോക്കിക്കൂ, ഇനി കാണുമ്പോ സൂപ്പർ ഐഡിയ തരുമോ? ഗംഭീരേ, നീയേ ആ കപില് പറഞ്ഞത് ശ്രദ്ധിച്ചോ? സ്കൂൾ അവധിക്ക് നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്താലോ? മോട്ടോ, നീ ഇതെന്തോ ഗംഭീരേ, നീയേ നന്നായിട്ട് സൈക്കിൾ ചവിട്ടുമല്ലോ. നമുക്കത് വെച്ച് ഒരു കാര്യം പ്ലാൻ ചെയ്താലോ? മോട്ടോ എന്താ ഉദ്ദേശിച്ച്? ഗംഭീരേ, നീ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഓ, അതിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരുള്ളത്? എന്നാലേ ഈ മധ്യവേനൽ അവധിക്ക് നമുക്കതുപോലൊരു വേൾഡ് റെക്കോർഡ് അടിച്ചാലോ? എന്റെ മോട്ടോ, കാര്യങ്ങളൊക്കെ ഒന്നും കൂടി വ്യക്തമായിട്ട് പറ. അതായത് ഗംഭീരേ, നിനക്കൊരു ദിവസം എത്ര സമയം സൈക്കിൾ ചവിട്ടാൻ പറ്റും? ഒരു ദിവസം മുഴുവൻ സൈക്കിൾ ചവിട്ടിയാലും ഈ ഗംഭീറിന് ഒരു മടുപ്പും വരില്ല. അത് മതി. ഒരു ദിവസം മുഴുവൻ നീ സൈക്കിൾ ചവിട്ടുന്നു, പുതിയ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിക്കുന്നു. എങ്ങനെ? ഇതൊക്കെ നടക്കൂ? ഗംഭീരേ, വേണമെന്ന് വെച്ചാ എല്ലാം നടക്കൂന്നേ. മോട്ടു, എത്ര സമയം വേണമെങ്കിലും സൈക്കിൾ ചവിട്ടാൻ എനിക്കൊരു മടുപ്പില്ല. പക്ഷേ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ കാര്യം നീ തന്നെ നോക്കിക്കൊള്ളണം. അതെല്ലാം ഞാൻ ഏറ്റു. എങ്കിൽ നാളെ തന്നെ ആശാനെ പോയി കണ്ട് കാര്യങ്ങൾ ആലോചിക്കാം. ഓക്കേ അല്ലേ? ഓക്കെ മോട്ടു, അന്ന് ഞാൻ പോട്ടെ. ആശാനേ, ആഹാ, ഇതാരൊക്കെയാ? നമസ്കാരം. വാ വാ, കേറി വാ. അല്ല,
ഒത്തിരി നാളായാലോ നിങ്ങൾ രണ്ടുപേരെയും ഇങ്ങോട്ട് കണ്ടിട്ട്. ഉം, ആശാനെ കൊല്ലപ്പരീക്ഷ ആയിരുന്നില്ലേ? ഉം. ഓ അങ്ങനെ ഞാനതങ്ങ് മറന്നു. ആ, പരീക്ഷയ്ക്ക് മുമ്പ് ഞങ്ങൾ അനുഗ്രഹം വാങ്ങിക്കാൻ ആശാന്റെ അടുത്ത് വന്നിരുന്നു. ഓ അന്ന് ആശാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. ആ അത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ കരുതി ആശാൻ എല്ലാം മറന്നെന്ന്. ആ അതൊക്കെ പോട്ടെ. ഇപ്പൊ നിങ്ങൾ എന്തിനാ വന്നത്? അത് അതെ ആശാനെ, ഞങ്ങളൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഹാ അത് കൊള്ളാലോ. അല്ല, ഏത് കാര്യത്തിനാ നിങ്ങൾ റെക്കോർഡ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നേ? ആശാനെ, ദേ ഈ ഗംഭീർ വളരെ മനോഹരമായി സൈക്കിൾ ചവിട്ടും. അതുകൊണ്ട് സൈക്കിൾ ചവിട്ടിക്കൊണ്ട് ഒരു വേൾഡ് റെക്കോർഡ്. ആഹാ അതൊരു ഉഗ്രൻ ഐഡിയ ആണല്ലോ എന്റെ ഗംഭീറേ. എന്റെ എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകും. ആശാന് അനുഗ്രഹവും പ്രാർത്ഥനയും മാത്രം പോരാ, പിന്നെ നല്ല പണച്ചിലുള്ള കാര്യമാണിത്. ഗംഭീറേ, പപ്പീസേ, ഈ കാറ്റാടിമലക്കാർ ഒരു വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് ഈ കാറ്റാടിമലയിലെ എല്ലാവർക്കും അവകാശപ്പെടാവുന്നത്. അതെ അതെ. അതുകൊണ്ട് പണം ഒരു പ്രശ്നമായി നിങ്ങൾ എടുക്കരുത്. ശരി. ദേ, പണത്തിന്റെ കാര്യം നിങ്ങൾ മറന്നേക്ക്. അത് ഞാൻ ഏറ്റു. ആ കാറ്റാടിമലക്കാർക്ക് ഇരിക്കട്ടെ ഒരു വേൾഡ് റെക്കോർഡ്. അതാ ആശാനെ, കുറച്ചു മുമ്പ് ഞങ്ങളെ മറന്നു പറഞ്ഞ പോലെ ആശാൻ ഇതും മറന്നേക്കരുത്. ദേ, ഈ വമ്പനാശാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞതാ. അതൊക്കെ പോട്ടെ, എന്താ നിങ്ങളുടെ പ്ലാൻ? അതാണ് എനിക്ക് അറിയേണ്ടത്. ആശാനെ, ഈ ഗംഭീർ നമ്മുടെ കാറ്റാടിമലയ്ക്ക് വേണ്ടി തുടർച്ചയായി 30 മണിക്കൂർ സൈക്കിൾ ചവിട്ടുന്നു. അപ്പോ നിലവിലെ റെക്കോർഡ് എത്രയാ? ആശാനെ, മണികെട്ടുമലയിലെ പീലി 26 മണിക്കൂർ തുടർച്ചയായി സൈക്കിൾ ചവിട്ടിയിട്ടുണ്ട്. ആഹാ. അതാണ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ, അതായത് 26ന്റെ കൂടെ ഒരു 4 മണിക്കൂറും കൂടെ കൂട്ടി സൈക്കിൾ ചവിട്ടി 30 മണിക്കൂർ എന്ന പുതിയ റെക്കോർഡ് ഈ ഗംഭീർ സ്ഥാപിക്കാൻ പോകുന്നു. അതെ ആശാനെ. ചിട്ടയായ പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ 30 മണിക്കൂറിലേക്ക് എത്താൻ സാധിക്കൂ. അല്ല ഗംഭീറേ? ആശാനെ, തുടർച്ചയായി 6 മണിക്കൂർ ഞാൻ സൈക്കിൾ ചവിട്ടി നോക്കി. എനിക്ക് ക്ഷീണമൊന്നും തോന്നിയില്ല. ഇനി ഓരോ ദിവസവും 2 മണിക്കൂർ വീതം കൂട്ടി ഒരു 2 മാസത്തിനകം ഞാൻ 30 മണിക്കൂർ എത്തും. അതെ അതെ. അത് കൊള്ളാം. എങ്കിൽ എത്രയും പെട്ടെന്ന് പരിശീലനം ആരംഭിച്ചോളൂ. എന്റെ പ്രാർത്ഥന എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഓ ശരി ആശാനെ. താങ്ക് യു ആശാനെ. പിന്നെ വിശുദ്ധ മിഖായേൽ മാലാഖയോട് എല്ലാ ദിവസവും മാധ്യസ്ഥം അപേക്ഷിച്ചു വേണം പരിശീലനം തുടങ്ങാൻ. ശരി ആശാനെ. മാലാഖ കൂട്ടിനുണ്ടെങ്കിൽ എല്ലാം മംഗളമായി ഭവിക്കും. അതെ അതെ. ഓക്കെ ആശാനെ. ആശാനെ ടാറ്റ. ടാറ്റാ. എന്നാ പോയി വരൂ. ഉം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കാമൻ. ഗംഭീര സ്തുതി ഇട്ടാ. ഈശോയ്ക്ക് സ്തുതി. മാലാഖേ, കാത്തോളണേ. ഗംഭീരെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മോട്ടോ. 30 മണിക്കൂർ. മാലാഖേ. അപ്പൊ മോട്ടോ, ഞാൻ തുടങ്ങാണേ. ഏയ് മോട്ടു, എന്തോ? ഇതെന്താ പരിപാടി? കപിലെ പപ്പീസേ, കടുകായി. ഓ, ആയിക്കോട്ടെ. അതെ, കുറച്ചു നാള് മുമ്പ് നിങ്ങൾ ചോദിച്ചില്ലേ വേനലവധിക്ക് എന്താണ് പരിപാടിയെന്ന്? ആ. അന്ന് ഞങ്ങൾ ആലോചിച്ച് കണ്ടെത്തിയതാണ് ഇത്. എന്ത് സൈക്കിൾ യജ്ഞ? മോട്ടു, ഇതാണ് ഇത്രയ്ക്ക് ആലോചിച്ച് കണ്ടെത്തിയത്. ആ പാവം ഗംഭീറിനെ എന്തിനാ ഇങ്ങനെ വെയിലത്ത് സൈക്കിളെ ഓട്ടിക്കുന്നേ? പപ്പീസേ, ഇത് വെറും സൈക്കിൾ അഭ്യാസമല്ല. പിന്നെ മാലാഖയുടെ ചിത്രമൊക്കെ വെച്ച് ഒല്ലൊരു പള്ളി വരെ സൈക്കിളിൽ പോവാ. ഓ, എന്റെ കപിലേ, ഇത് അതൊന്നും അല്ല. ഈ കാറ്റാടിമലയും ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ പോകുന്നു. എന്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡോ? ആ, അതെന്താ? ഞെട്ടി ഞെട്ടി. അല്ല, എന്ത് റെക്കോർഡാ ബ്രേക്കിനെന്ന്? ആ, അതേ, മണികെട്ട് മലയിലെ പീലി സ്ഥാപിച്ച 26 മണിക്കൂർ നമ്മൾ തകർക്കുന്നു.
30 മണിക്കൂർ എന്ന പുതിയ റെക്കോർഡ് ഗംഭീർ സ്ഥാപിക്കുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ ഐഡിയ? വെറുതെ പുളുവടിക്കല്ലേ മോട്ടു. ശ്ശെ, ഈ പുളുവല്ലെന്നേ. ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ധാരാളം പണച്ചെലവ് വരും, അതെനിക്കറിയാലോ. ആ അതൊക്കെ നമ്മുടെ ആശാൻ ഏറ്റിട്ടുണ്ടെന്നേ. നമ്മള് പേടിക്കേണ്ട കാര്യമില്ല. ഓഹോ, എങ്കിലും കാര്യങ്ങൾ നടക്കട്ടെ. അതെ. എന്നാ നിങ്ങളുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിക്കുന്നേ? അതിപ്പോ പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്നു. തുടർച്ചയായി 16 മണിക്കൂർ വരെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അത് കൂട്ടിക്കൂട്ടി 30 ആക്കണം. പിന്നെ 1 മാസത്തിനകം ഗംഭീർ അത് അച്ചീവ് ചെയ്യും. ഓ, അത് ഉറപ്പാ. കൊള്ളാം. ഓഹോ, ദാ ഗംഭീരേ, ഓ all the best, ഗംഭീരേ, all the best. all the best. All the best. ഓ ഓ It's out. താങ്ക് യു താങ്ക് ആയിക്കോട്ടെ, യു. all the best. Bye. ഓക്കേ ടാറ്റാ. ആ. ഗംഭീരെ വെള്ളം വല്ലതും വേണോ? ഓ വേണ്ട, ഏ? ക്ഷീണിച്ചിട്ടില്ല. നീ മടുത്തോടാ? ഞാൻ നല്ല സ്ട്രോങ് ആണ്. എന്നാലും എന്റെ കപിലേ, ഈ ബുദ്ധി എന്താ നമുക്ക് ആദ്യം തോന്നുന്നത്? എന്ത് ബുദ്ധിയുടെ കാര്യം നീ പറയണേ? കപിലേ, ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ കാര്യമാ ഞാൻ പറയുന്നേ. അതിനിപ്പോ എന്താ കുഴപ്പം? ഗംഭീറിന് നല്ല കഴിവുണ്ട്, അതുകൊണ്ട് അവൻ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയെടുക്കും, സംശയമില്ല. ഓ എന്റെ കപിലേ, നീ ഇങ്ങനെ ഒരുമാതിരി മണ്ടനായി പോയല്ലോ. ഈ കാറ്റാടി മലയിൽ നിന്ന് ആദ്യമായി ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഗംഭീർ നേടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു. ഷടാ, നീ ഇതെന്താ പപ്പീസ പറയണേ? ഗംഭീർ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ അത് ഈ കാറ്റാടി മലയ്ക്ക് മൊത്തം അഭിമാനല്ലേ? ഏ, എന്റെ കപിലേ, ദേ, നിനക്കുണ്ടല്ലോ, നിനക്ക് ഒരു കാര്യം അറിയൂ? എന്ത്? ആദ്യമായിട്ട് വിമാനം പത്തിയത് ആരാണെന്ന് നിനക്കറിയോ? അപ്പൊ അത് റൈറ്റ് സഹോദരന്മാരല്ലേ? ആ, ആ, അതന്നെ ആ. അതന്നെ. ആ, ആദ്യമായിട്ട് വിമാനം പറത്തിയത് റൈറ്റ് സഹോദരന്മാർ തന്നെയാ. അതെ. ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയത് ആരാണെന്ന് നിനക്കറിയോ? അത് ഹിലാരിയും ആ, ഡാൻസിങ്ങും. അതന്നെ, ഉം. അതെ. അതെ. ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയത് ഹിലാരിയും ഡാൻസിങ്ങും തന്നെയാ. അതന്നെ. അപ്പോ രണ്ടാമത് എവറസ്റ്റ് കീഴടക്കിയത് ആരാണെന്ന് നിനക്കറിയോ? രണ്ടാമതോ? ആ, അതെനിക്കറിയില്ല. എന്നാലേ രണ്ടാമത് വിമാനം പറത്തിയത് ആരാണെന്ന് അയ്യോ, നിനക്കറിയോ? എന്ത് ചോദ്യം അത്? അതൊന്നും എനിക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത്? കാറ്റാടി മലയിൽ നിന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ആദ്യമായി കയറേണ്ടത് ഗംഭീരാകരുത്. ഏ? ഗംഭീറിന്റെ പേര് ഒരിക്കൽ ഗിന്നസ് കയറിയ രണ്ടാമത് വരുന്ന ആർക്കും ശ്രദ്ധ കിട്ടില്ല. ആഹാ. ആ, അതുകൊണ്ട് പപ്പീസ് ഒരു സൈക്കിൾ എടുത്ത് ചവിട്ടിയിട്ട് 40 മണിക്കൂർ സൈക്കിൾ അഭ്യാസം കാണിക്കും. അങ്ങനെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ നോക്ക്. എന്റെ പൊന്നു കപിലേ, നിന്നെ പോലെയുള്ള ഒരു മണ്ടനെയാണല്ലോ എനിക്ക് കൂട്ടിന് കിട്ടിയത്. ഞാന് ഇങ്ങോട്ട് വന്നേ, കാര്യങ്ങളൊക്കെ മണ്ടനാ? ഞാൻ പറയാം. ആ, ശ്ശേ, ആ. എന്ത് പറച്ചിലിടത്? അല്ല പിന്നെ. എന്റെ പൊന്ന് കപിലെ, നീ ഞാനും എത്ര ശ്രമിച്ചാലും ഇനി അത് നടക്കില്ല. ഉം. കഠിനമായ പരിശ്രമമില്ലാതെ ഒരാൾക്കും തുടർച്ചയായി 30 മണിക്കൂർ സൈക്കിളെ ഓട്ടാൻ പറ്റില്ല. അത് ശരിയാ. പിന്നെ എന്താ നിന്റെ പ്ലാൻ? ദേ, ഗംഭീറിന്റെ ഗിന്നസ് റെക്കോർഡ് പ്രോഗ്രാം പൊളിച്ച് കയ്യിൽ കൊടുക്കണം, അത്ര തന്നെ. നീ എന്താ ഇങ്ങനെ പറയണേ? എന്റെ കപിലെ, കാറ്റാടിമലയിലെ ആദ്യത്തെ ഗിന്നസ് വേൾഡ് റെക്കോർഡുകാരൻ ഗംഭീറാകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ആ, അതുകൊണ്ട് ഈ പരിപാടി ഞാൻ പൊളിച്ച് കൈ കൊടുക്കും. അയ്യോ, അതെങ്ങനെ? അതിനുള്ള വഴിയാ ഇനി കണ്ടുപിടിക്കേണ്ടത്. ഞാനൊരു പ്ലാൻ ആലോചിക്കുന്നുണ്ട്. ആഹാ. നീ എന്നോടൊപ്പം നിൽക്കൂ? ചോദിക്കണ്ട. പപ്പീസ് പറഞ്ഞ പോലെ 2ാം സ്ഥാനക്കാരനാകാൻ എനിക്കും താല്പര്യമില്ല. കാറ്റടിമലയിൽ നിന്ന് നമ്മൾ 2 പേരിൽ ഒരാളായിരിക്കും ഗിന്നസ് വേൾഡ് റെക്കോർഡ് കയറാൻ പോകുന്നത്. അങ്ങനെ തന്നെ. നമുക്ക് പൊളിക്കാം, പോവാ. പ്രിയപ്പെട്ട കാറ്റാടിമല നിവാസികളെ, കാറ്റാടിമലയിൽ നിന്നും ആദ്യമായി ഗംഭീറിന്റെ പേര് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ചേർക്കുന്നതിൽ ഞാനേറെ സന്തോഷിക്കുന്നു. ഗംഭീറിന്റെ ഈ സൈക്കിൾ യജ്ഞം ഞാൻ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മോലാകെ കൊത്തോളണേ. ആശാനെ, വളരെ സിമ്പിളായി ഗംഭീർ 30 മണിക്കൂർ പൂർത്തിയാക്കും. കഴിഞ്ഞ ആഴ്ച 32 മണിക്കൂർ നേരം അവൻ തുടർച്ചയായി സൈക്കിൾ ചവിട്ടിയതാ. എങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പപ്പീസേ, മോട്ടു, കപിലെ, എന്തോ? നിങ്ങൾ ഗംഭീറിന് കൂട്ടായി ഇവിടെ തന്നെ കാണണം. ഞാൻ ഏതായാലും പോയിട്ട് നാളെ വരാം. ശരി ആശാനെ. നാളെ രാവിലെയാകുമ്പോൾ 24 മണിക്കൂറല്ലേ ആകുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ഉച്ചയോടുകൂടി 30 മണിക്കൂർ തികയും. അങ്ങനെയെങ്കിൽ ഞാൻ ശരി പോയിക്കോട്ടെ. ആശാനെ. ആയിക്കോട്ടെ. ശരി ആശാനെ. ബൈ ബൈ ആശാനെ. ബൈ. Bye. ഓൾ ദ ബെസ്റ്റ്. ഏയ് പപ്പീസേ, പപ്പീസേ, എന്താ നിന്റെ പ്ലാൻ? പറയേ. കപിലെ, 26 മണിക്കൂറിന് മുമ്പ് സൈക്കിൾ യത്നം അവസാനിപ്പിച്ചാൽ അവൻ തോക്കും, നമ്മൾ ജയിക്കും. നീ വാ കപിലെ, ഗംഭീർ ഇങ്ങനെ സൈക്കിൾ ചവിട്ടട്ടെ. എന്തിനോ വേണ്ടി അവൻ സൈക്കിൾ ചവിട്ടട്ടെ. ദാ പിടി. ആ, വാ. കൊടി എനിക്കെന്തിന്? ശ്ശെടാ. അവന്റെ ഒരു ദാ, സൈക്കിൾ മോട്ടു, യത്നം. ഈ കൊടി പിടിച്ചോ. ഉം. കുറച്ചു വടി പിടിക്കാനുള്ളതല്ലേ. ഗംഭീരേ, ഓ അധികം മതിയിട്ടാ, നമുക്ക് സമയമുണ്ട്. ഓക്കെ മോട്ടോ, ഞാൻ പതുക്കെ ചവിട്ടുന്നുള്ളൂ. നീ ഓക്കെ അല്ലേ? ഓ ഓക്കെയാണ്. കാറ്റാടിമലയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയുള്ള സൈക്കിൾ യത്നം ആരംഭിച്ചു. കാറ്റാടിമലയിലെ ഗംഭീറാണ് തുടർച്ചയായി 30 മണിക്കൂർ സൈക്കിൾ ചവിട്ടി പുതിയ റെക്കോർഡിടാൻ ശ്രമിക്കുന്നത്. ആവശ്യമായ മുഴുവൻ പിന്തുണയുമായി വമ്പനാശാനും കൂട്ടരും ഗംഭീറിനൊപ്പമുണ്ട്. ഹോ. ഈ പത്രക്കാരുടെ ഒരു കാര്യം, എത്ര പെട്ടെന്നാ ഇതൊക്കെ ഒരു വാർത്തയായത്. എന്റെ ദൈവമേ, വമ്പനാശാനും കൂട്ടരും കൂട്ടിനുണ്ടെന്ന് ഇപ്പോൾ വായിച്ചു നിർത്തിയതേയുള്ളൂ. എത്രയും പെട്ടെന്ന് ഗ്രൗണ്ടിലെത്തണം. ഗംഭീറിന് തളർച്ചയൊന്നും ഇല്ലാതിരുന്നാ മതിയായിരുന്നു. പാവം, ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്. കപിലെ, ഉന്നം തെറ്റിക്കരുത്. ഒറ്റ വീക്കിൽ തന്നെ ആശാനെ വീഴ്ത്തണം കേട്ടോ. ഏറ്റു, ഏറ്റു, ഞാനത് ഏറ്റു. ആ, കണ്ടു കണ്ടു കണ്ടു. വരട്ടെ. പൂശാലേ, പൂശട്ടെ. കപിലെ, നോക്കിക്കേ, ആ, ഇതാ വരുന്നുണ്ട്. ഞാൻ കാലക്കാൻ പോവാ. അടിപൊളി, അടിപൊളി. ഏറ്റു, ഏറ്റു. എന്റെ കാല്. കപിലെ, നിന്റെ ഏറ് കലക്കി ആശ വീടു. ഇനി നീ ഒരു കാര്യം ചെയ്യ്, ആശന്റെ അടുത്ത് പോയി സാവധാനം പിടിച്ചെഴുന്നേൽപ്പിക്ക്. ഞാൻ പോയിട്ട് ഗംഭീറിന്റെ പ്രോഗ്രാം കലക്കിയിട്ട് വരാം. ഓക്കെ? ഓക്കെ. അയ്യോ, എന്റെ അമ്മോ, അയ്യോ, അയ്യോ, എന്റെ മുട്ട്. ആശാനെ, 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 എന്ത് പറ്റിയത് ആശാനെ? എനിക്ക് മനസ്സിലാവാത്തത്. എന്തോ എന്റെ കാലിൽ വന്ന് തട്ടിയ പോലെ തോന്നി. അങ്ങനെയാണോ? ഞാൻ അങ്ങോട്ട് വീണു. സാരില്ലേ, നമുക്ക് എല്ലാം ശരിയാക്കാം.
ആശൻ കുറച്ച് റെസ്റ്റ് എടുക്ക്. നമുക്ക് ആ ഗംഭീറിന്റെ അടുത്ത് പോകണ്ടേ? ഏ? ഏ? പോലെ പോലെ ആശാൻ ഇരിക്ക്. അതിനൊക്കെ സമയമുണ്ട്. കാലില് കമ്പ് തട്ടിയതാണോ അത് ആശാൻ തല ചുറ്റി വീണതാണോ എന്നൊന്നും അറിയില്ലല്ലോ. ആശാനാണെങ്കി ഇപ്പൊ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഇല്ലേ, അതൊക്കെ ശ്രദ്ധിക്കണ്ടേ? അതൊക്കെ പോട്ടെ, നമുക്ക് ഗംഭീറിന്റെ അടുത്ത് പോകണ്ടേ? പൊന്നാശാന് ഇത് ഗംഭീര പ്രോഗ്രാം തുടങ്ങിയിട്ട് 24-25 മണിക്കൂറായിട്ടുള്ളൂ. 30 മണിക്കൂർ കഴിയാൻ ഇനിയും സമയമുണ്ടെന്ന്. ആശാനൊന്ന് വിശ്രമിച്ച് പതുക്കെ പോയാ മതി. അതാണ് കാര്യം. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. വാ, എന്നെ പിടിക്കേ. ആശാന് പതുക്കെ പതുക്കെ പതുക്കെ. ആശാന് ഒന്നുകൂടി ആലോചിച്ചിട്ടൊക്കെ പോരെ? പോരാ, എനിക്ക് ഇപ്പൊ തന്നെ പോണം. ഇപ്പൊ തന്നെ പോണല്ലേ? വാ, നടക്ക്. നടക്കൂ. എന്നെ ഒന്ന് പിടിച്ചേക്ക്. ഞാൻ പിടിച്ചിട്ടുണ്ട് ആശാന്. ആശാൻ നടന്നോ? എന്നാലും എന്റെ കാലിൽ എന്താ വന്ന് തട്ടിയത്? ചെലപ്പോ അത് വല്ല ഉപഗ്രഹമായിരിക്കും. എന്തൊരു വേദനയാ. മോട്ടു 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 മോട്ടു, എന്താ പപ്പീസേ? നമ്മുടെ ആശാൻ, എന്താ? നമ്മുടെ ആശാൻ. എനിക്കത് പറയാൻ പറ്റുന്നില്ല മോട്ടു. നീ എന്താന്ന് വെച്ച കാര്യം പറ. ആശാൻ കാറ്റാടിമലയിലെ കരിമ്പാറയ്ക്കടുത്തുള്ള കൊക്കയിലേക്ക് വീണു. എപ്പോ? കുറച്ച് സമയം മുമ്പ്. എന്നിട്ട് എന്തായി? കപില് അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. അതെ, വേഗം പരിപാടി നിർത്തി നമുക്ക് ഒന്നിച്ചു പോയി ആശാനെ അന്വേഷിക്കാം. വരൂ, വാ. അത് വേണ്ട. അത് നടക്കൂല. ദേ പപ്പീസേ, നീ പോയി ആദ്യം അന്വേഷിക്ക് എന്തായിന്ന്. മോട്ടു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒന്നില്ലെങ്കിലും ഗംഭീറിനെ സൈക്കിൾ ചവിട്ടാൻ ആദ്യം പഠിപ്പിച്ചത് നമ്മുടെ ആശാനല്ലേ? അത് ശരിയാ. പക്ഷെ പപ്പീസേ, ഗംഭീർ 2 മാസമായി കഠിന പരിശ്രമം നടത്തിയത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ. ദേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ നോക്കട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ഗംഭീർ മണികെട്ട് മലയിലെ പീലിയുടെ 26 മണിക്കൂർ എന്ന റെക്കോർഡ് ബ്രേക്ക് ചെയ്യും. അതിനു മുമ്പ് ഈ പരിപാടി നിർത്തില്ല. ഗംഭീരേ, നീ ഇവിടെ കിടന്ന് വേൾഡ് റെക്കോർഡിന് വേണ്ടി സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരുന്നോ? ആശാൻ കരിമ്പാറയിലെ കൊക്കയില് വീണു. കൊക്കയില് വീണിരിക്കുക. കൊക്കയില് വീണിരിക്കുക. ഗംഭീരെ നിർത്തണ്ടായിരുന്നു. ഗംഭീരെ, നീ എന്ത് പണിയാ കാണിച്ചത്? ഒരു 8 മിനിറ്റ് കൂടി സൈക്കിൾ ചവിട്ടിയിരുന്നെങ്കിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറാമായിരുന്നില്ലേടാ. കളഞ്ഞു. വേൾഡ് റെക്കോർഡല്ല നമുക്ക് വലുത്, ആശാൻ തന്നെ നമുക്ക് വലുത്. ഞാൻ ആശാനെ പോയി തറക്കട്ടെ. അങ്ങനെ വേൾഡ് റെക്കോർഡ് ഗുദ്ദാ ഹുവാ. അത് പൊളിച്ചു. പപ്പീസേ, സത്യം പറഞ്ഞോ? ഏത് കൊക്കയിലാണ് ആശാൻ വീണത്? ആശാൻ വീണിട്ടുണ്ട്. അത് ഏത് കൊക്കയിലേക്കാണെന്ന് എനിക്കറിയില്ല. പിന്നെ നീ എന്തിനാ കള്ളം പറഞ്ഞത്? ഓ, ഞാൻ ആശാൻ വീണ കാര്യല്ലേ പറഞ്ഞത്. ആശാൻ വീണാൽ ആശാനെ താങ്ങേണ്ടത് ആരാ? നമ്മൾ കാറ്റാടി മലക്കാര്. അത് കഴിഞ്ഞ് മതി ഗിന്നസും വേൾഡ് റെക്കോർഡും ഒക്കെ. പപ്പീസേ, നീ അപ്പൊ ചതിക്കുകയായിരുന്നല്ലേ? എന്ത് ചതി? ഗംഭീർ നല്ലതുപോലെ കരുത്തനാ. അവൻ വേണമെന്ന് വെച്ചാ നാളെ തന്നെ വീണ്ടും 30 മണിക്കൂർ ചവിട്ടി ലോക റെക്കോർഡ് ഇട്ടോളും. എന്തിനാടാ നീ ആ പാവം ഗംഭീറിനെ ചതിച്ചത്? എന്തായാലും ഈ കാര്യം ആശാനോട് പറഞ്ഞിട്ട് തന്നെ ഉള്ളൂ. ദുഷ്ടൻ. ദൈവമേ, ഇനി എന്താവോ? പതുക്കെ നടന്നാ മതി ആശാനെ. പതുക്കെ പതുക്കെ നടന്നാ മതി. ഗംഭീരല്ലേ അത്? ശരിയാണല്ലോ. ഗംഭീർ ഓടി വരുന്നുണ്ട്. എന്താ എന്താ ഗംഭീരേ? എന്താ ഗംഭീരേ? അല്ല ഗംഭീരേ, നീ വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചോ? ഓ, എനിക്കറിയില്ല ആശാനെ. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആശാൻ വീണെന്ന് പപ്പീസ് പറഞ്ഞു. ഞാനൊന്ന് കാല് തട്ടി വീണതാ, അത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പപ്പീസ് പറഞ്ഞത് ആശാൻ കരിമ്പാറയിലെ കൊക്കയിലേക്ക് വീണെന്നാണല്ലോ. കൊക്കയിലേക്ക്? ഗംഭീരേ,
എന്തോ ചതി നടന്നിട്ടുണ്ട്. അത് പിന്നെ സംശയം. പപ്പീസേ. എന്തോ ചതി നടന്നിട്ടുണ്ട്. അയ്യോ വിടരുത്. അയ്യോ അവനെ പിടിക്ക്. ശരി ചെല്ല്. അവനെയും പിടിച്ചോളാം. അങ്ങനെ ഞാൻ വെറുതെ വിട്ടാ പറഞ്ഞിട്ടില്ല. പറ്റും. എന്റെ നിക്കണോ പിന്നാലെ അവനെ? വരണ്ട. അവിടെ നിക്കണോ? അയ്യോ കപില, നീ അവിടെ നിന്നോ? കപിലേ, പപ്പീസേ, ഓ, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിന്റെ ദൃഷ്ടികൾ എല്ലായിടത്തും പതിയുന്നു. ഉം. ദുഷ്ടരെയും ശിഷ്ടരെയും അവിടെ നുറ്റുനോക്കുന്നു. ഓ. അതുകൊണ്ട് നിങ്ങൾ ഈ ഗംഭീറിനോടും മോട്ടുവിനോടും മാപ്പ് പറഞ്ഞേ അതെ പറ്റൂ. അതെ ആശാനെ ഗംഭീറെ ക്ഷമിക്കണം. ഗംഭീരെ ആശാനെ എന്നോടും ക്ഷമിക്കണം. ഉം. കാറ്റാടിമലയിൽ നിന്ന് ആദ്യമായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഗംഭീറിന്റെ പേര് വരുന്നറിഞ്ഞപ്പോ എനിക്ക് തോന്നിയൊരു കയ്യപ്പത്തം. ശരി സോറി. ഓ, അതായിരുന്നല്ലോ കാര്യം. ഏതൊരു തെറ്റിനും അതിൻ്റെതായ ശിക്ഷയുണ്ട്. അതിനാൽ നിങ്ങൾക്കുള്ള ശിക്ഷ 24 മണിക്കൂർ നേരം ഈ സൈക്കിളും ചുമന്നുകൊണ്ട് ഈ ഗ്രൗണ്ടിലൂടെ നടക്കണം. അയ്യോ. അയ്യോ, രണ്ടുപേരും വേഗം ഈ സൈക്കിളും കൊണ്ട് നടക്കൂ. 24 മണിക്കൂർ. ഓ, 24 ഇതൊരു മണിക്കൂർ. ചതിയായി പോയല്ലോ. അയ്യോ നടക്കല്ലേ ഉം. ഗപ്പീസേ. എന്റെ പൊന്നോ. നിന്റെ ഒന്ന് ഒരു ഒടുക്കത്തെ വേഗം നടക്ക്. ഐഡിയയായി പോയി. ആ, ഗംഭീറെ, നീ വിഷമിക്കണ്ട. ഒന്നുകൂടി ശ്രമിച്ചാൽ വേൾഡ് റെക്കോർഡ് നിനക്ക് തന്നെ കിട്ടും. അതെ ഓ, ഇതൊരു റിഹേഴ്സലായിട്ട് നീ കണ്ടാൽ മതി. ആശാനെ, ഉം. ഞാൻ ശ്രമിക്കാം. നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും ഗിന്നസ് റെക്കോർഡ് മേടിക്കണം ട്ടാ. ശരി മോട്ടു, നീ ഇപ്പൊ സങ്കടപ്പെടണ്ട കേട്ടോ. ശരി, ഞാൻ ശ്രമിച്ചോളാം. ഈ സൈക്കിളും ചുമന്ന് നടന്നവർക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടാവോ? എന്റെ പപ്പീസേ. ഇപ്പോൾ കിട്ടിയ വാർത്ത. തുടർച്ചയായി 30 മണിക്കൂർ സമയം സൈക്കിൾ ചവിട്ടിക്കൊണ്ട് കാറ്റാടിമലയിലെ ഗംഭീർ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കിട്ടുവേ ഒരു കാര്യം ഞാൻ കണ്ടു. എന്തോ ഞാൻ പറയട്ടെ, ഇവരോട് ഈ കുഞ്ഞുങ്ങളോട് പറയട്ടെ, നിന്റെ നല്ല കാര്യങ്ങൾ മാത്രമല്ല ചെറിയ കുഞ്ഞു കുസൃതികൾ ഇവരെ കൂടെ ഒന്ന് ഞാൻ പറയട്ടെ. അതെന്ന് വെച്ചാല്, നീ ഒരു അപ്പച്ചൻ നടന്നു പോയ സമയത്ത് നീ ഒരു വലിയ കമ്പെടുത്ത് എറിഞ്ഞത് ഞാൻ കണ്ടല്ലോ. ഞാൻ കണ്ട മോനെ, ആ CCTV, നമ്മുടെ വീട്ടിൽ CCTV ഉണ്ടല്ലോ, അതിന്റെ വിഷ്വൽസ് എന്റെ മൊബൈൽ ഉണ്ടായിരുന്നു. നീ ഇങ്ങനെ കമ്പെടുത്ത് എറിയുന്നത് ഞാൻ കണ്ടു. നീ എടുത്ത് എറിയാനായിട്ട് ഉദ്ദേശിച്ചത് ഭാഗ്യത്തിന് അദ്ദേഹത്തിന്റെ ദേഹത്ത് കൊണ്ടില്ല. അദ്ദേഹം ആരാണെന്ന് നിനക്ക് അറിയാമോ? നമ്മുടെ പള്ളിയിലെ ഒരു പ്രധാന ശുശ്രൂഷകൻ, വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്ത അച്ഛന്മാരെ ബഹുമാനിക്കുകയും സിസ്റ്റേഴ്സിനെയും നമ്മുടെ ആൾക്കാരെല്ലാം ബഹുമാനിക്കുകയും എല്ലാവരും റെസ്പെക്റ്റോടെ കാണുന്ന ഒരു വ്യക്തിയാണ് നീ കളിയാക്കാനായിട്ട് നോക്കിയത്. എന്നോട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പച്ചൻ്റെ അടുത്ത് പോയി നീ സോറി നാളെ പോയി പറയണം, എനിക്കറിയാം. അപ്പൊ നീ ആരാണെന്ന് അറിഞ്ഞിട്ട് വേണം പെരുമാറുവാൻ. നീ അത് വല്ല അറിഞ്ഞിട്ടാണോടാ നീ അദ്ദേഹത്തിന്റെ അടുത്ത് കളിയാക്കാനായിട്ട് നിന്നത്? അപ്പൊ ഏതൊരു കാര്യം ചെയ്താലും എല്ലാം അന്വേഷിച്ച് അറിഞ്ഞ് നോക്കി കണ്ടു വേണം നമ്മള് ഓരോ വ്യക്തിയുടെ അടുത്ത് പെരുമാറുവാൻ. നിനക്ക് വല്ല മനസ്സിലാടാ കിട്ടൂ. അപ്പൊ നമ്മൾ ചരിത്രങ്ങള് ഓരോ കാര്യങ്ങൾ അറിഞ്ഞാലും നമ്മൾ നന്നായിട്ട് പഠിക്കണം. A to Z എല്ലാം അറിഞ്ഞിട്ടേ നമ്മള് സംസാരിക്കാം. അങ്ങനെ വേണം. നമ്മൾ A to Z അറിഞ്ഞ് വേണം ഓരോ വ്യക്തിയുടെ അടുത്ത് ഇടപെടുവാൻ, സംസാരിക്കുവാൻ. അപ്പൊ നമ്മൾ ബൈബിളിന്റെ ചരിത്രം എല്ലാം ഒന്ന് നന്നായിട്ട് പഠിക്കാൻ നീ ശ്രമിക്കാമോ? അപ്പോൾ എല്ലാ ചരിത്രങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ട് നമ്മുടെ മനസ്സിൽ നന്നായിട്ട് പെരുമാറുവാൻ ശക്തി തരണേ എന്ന ഈശോയുടെ നീ ഓക്കെ.